Hi everyone, it's me Harsha and welcome back to our channel. We will do Vishu series. This is the Vishu series first video. First video is hair accessories. Festives, wedding, functions, parties, hair accessories. Hairstyles excitement. Yes, accessory hairstyle accessory hairstyle നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഹെയർ ആക്സസറീസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ കാണുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഹെയർ ആക്സസറീസ് ഒക്കെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്നുള്ളതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഹെയർ ആക്സസറി എന്ന് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ റോസ് ഫ്ലവേഴ്സ് ആണ്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. 3ന്റെ സെറ്റാണിത്. ഓക്കെ, ഇതിങ്ങനെ യൂപ്പിൻ പോലെയാണ്. അപ്പം നമുക്ക് ഒബ്വിയസ്ലി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നോളും. ഓക്കെ, നമുക്ക് ഫുൾ ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഓരോന്നിന്റെ സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ 3ന്റെ സെറ്റ് വെക്കാം, അല്ലെങ്കിൽ 4ന്റെ 5ന്റെ അങ്ങനെ സിംഗിൾ ആയിട്ട് അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ 3ന്റെ സെറ്റാണ് ഞാനിവിടെ വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ ഇതെന്തായാലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഇതുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് നമ്മുടെ ഹെയർ ഗെയിം ടോട്ടലി ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളൊരു ട്രഡീഷണൽ വെയർ ഒക്കെ ഇടുകയാണെങ്കിലുണ്ടല്ലോ, നമുക്കിത് ഇങ്ങനെ ബൺ കെട്ടുമ്പോൾ ബണ്ണിൽ വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. സിംഗിളായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഒരു റോസ് ഫ്ലവേഴ്സ് വെക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കണ്ടിട്ട്. നമുക്ക് ശരിക്കും റിയൽ ആയിട്ടേ തോന്നുള്ളൂ അല്ലേ. അപ്പം ഫങ്ഷൻസിനൊക്കെ പോകുമ്പം എസ്പെഷ്യലി വെഡിങ് ഫങ്ഷൻസിനൊക്കെ പോകുമ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഫസ്റ്റ് ആക്സസറി. സെക്കൻഡ് ആക്സസറി എനിക്ക് കാണിക്കാനുള്ളത് ഇതാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഗജ്രാസ് ആണ്. നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും ഇത്. പക്ഷെ ഞാൻ പറയും ഇത് മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു ഹെയർ ആക്സസറി ആണ്. നമ്മൾ ഒബ്വിയസ്ലി മുല്ലപ്പൂവിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് മുല്ലപ്പൂ കിട്ടാനില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെയ്ഡ് ഇങ്ങനെ ബൺ കെട്ടി അങ്ങനെ വെക്കാം. അതല്ല ബ്രെയ്ഡ് കെട്ടിയിട്ട് നമുക്ക് അങ്ങനെ അടിയിൽ ഇങ്ങനെ അറ്റത്ത് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പൊ ഇത് 2ന്റെ സെറ്റാണ്. ആൻഡ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പ്രത്യേക മണമുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ഈ സെയിം സ്മെല്ല് തന്നെയായിരുന്നു. ഐ ഡോണ്ട് നോ ഇതെന്താ ഇങ്ങനെ സ്മെല്ല് വരുന്നേ, എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ആൻഡ് ഈ ഒരു സ്മെൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. ആൻഡ് പേഴ്സണലി എന്താ പറയുക, ഒരു നോസ്റ്റാലജി ആണ് ഈ സ്മെൽ. പക്ഷെ എനിക്ക് ഈ സ്മെല്ല് ഇഷ്ടമല്ല. എനിക്ക് ശരിക്കും തലയ്ക്ക് പിടിക്കും. മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്ക് നല്ല രസമായിട്ട് മൈഗ്രെയിൻ വരും ഇതിന്റെ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇത് 2ന്റെ സെറ്റാണ്. ഇനിയിപ്പോൾ കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കൊമ്പൊക്കെ കെട്ടിയിട്ട് വെക്കാനാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മുടിയൊക്കെ പിന്നെ കെട്ടിയിട്ട് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം. തേർഡ് എനിക്ക് കാണിക്കാനുള്ളത് ഇങ്ങനത്തെ പിൻസ് ആണ് കേട്ടോ. കണ്ടില്ലേ, ശരിക്കും യു പിന്നാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റോണും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇത് നമ്മൾ ബ്രെയ്ഡ് ചെയ്യുമ്പോൾ അങ്ങനെ ബ്രെയ്ഡിൽ നമുക്ക് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബൺ കെട്ടുകയാണെങ്കിൽ മെസ്സിന് ചുറ്റുമായിട്ട് നമുക്കിങ്ങനെ വെക്കാവുന്നതുമാണ്. അതല്ല എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈല് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഫ്രഞ്ച് ബ്രെയ്ഡൊക്കെ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഫ്രഞ്ച് ബ്രെയ്ഡൊക്കെ ചെയ്യില്ല, അതിൽ നമുക്ക് വേണമെങ്കിലും ഇത് വെക്കാം. അപ്പോൾ ഇതാണെങ്കിലും മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല വെയർ ആണ്. സ്റ്റോണൊക്കെ വെച്ചേക്കുന്നത് കാരണം നല്ല ഭംഗിയാണ്. വൈറ്റ് കളറിലാണ്. അപ്പം സ്റ്റോണൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടും. ആൻഡ് ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. സ്റ്റോണൊന്നും പോയിട്ടില്ല, എല്ലാ സ്റ്റോണും ഉണ്ട്. യൂപിൻസും കയ്യിലുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ഹെയർ സ്റ്റൈലൊക്കെ ഒരുപാട് ഇഷ്ടം ആണ് അവർക്കൊക്കെ നല്ലതായിരിക്കും ഇത്. ഇനി നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഈ ഒരു ഐറ്റമാണിത്. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു നെറ്റാണ്. നെറ്റിൻ്റെ മുകളിൽ ഒരു ഫ്ലവറിൻ്റെ നെറ്റാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഗജറ എന്ന് വേണമെങ്കിൽ പറയാം. വൈറ്റ് ആൻഡ് റെഡ് കളറിലാണ്. ആൻഡ് ഗോൾഡൻ സംഗതികളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ശരിക്കും ബൺ കെട്ടി കഴിഞ്ഞിട്ട് അവിടെ വെക്കാനുള്ളതാണ്. ഓക്കെ,
ഇപ്പോൾ യുനോ നമുക്ക് നിറച്ചും പൂ വയ്ക്കണം എന്നൊക്കെയുള്ള ടൈമിൽ ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടില്ലേ ഇവിടെ നല്ല എന്ത് ഭംഗിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നല്ല നിറഞ്ഞിങ്ങനെ നിൽക്കും. വെഡ്ഡിങ്സിനൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാനായിട്ട് അടിപൊളിയാണ്. അതല്ല എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും എത്നിക് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ജൂഡ ഫുള്ളും നമ്മുടെ ആ ഒരു ഫുൾ ബൺ നമ്മുടെ ഇങ്ങനെ കവറായിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹെയർ ആക്സസറി നിങ്ങളുടെ കയ്യിലുള്ളത് നല്ലതാണ്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഈ 3 ഗജ്രയാണ്. ഇതാ കണ്ടില്ലേ, ഇത് ഒരെണ്ണം വൈറ്റ്, ഒരെണ്ണം റെഡ് ആൻഡ് ഒരെണ്ണം യെല്ലോ ആൻഡ് റെഡ് കളറാണ്. ഇത് ഹാഫ് നമ്മൾ അബ്ഡു ഒക്കെ ചെയ്യുമല്ലോ അതിന് വെക്കാനായിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഇതാ ഇങ്ങനെ വെക്കാം. അതല്ല നമുക്ക് ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. അതല്ല നമുക്ക് സൈഡിൽ ജസ്റ്റ് ഇതാ സൈഡിലായിട്ട് ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെയും വെക്കാം. മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഫ്ലെക്സിബിൾ ആണ്. ഒരു കമ്പിയിലാണ് ഇത് ചെയ്തേക്കുന്നത്, ഒരു കോപ്പർ വയറിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം നല്ല അതല്ല എന്നുണ്ടെങ്കിൽ ഇതാ നമുക്ക് ഇതാ ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിലും ഇതാ കണ്ടില്ലേ ഇങ്ങനെ വേണമെങ്കിലും കുറച്ച് ത്രെഡൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഹൽദി ഒക്കെ വരുമല്ലോ, ഹൽദി ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഹെയർ ആക്സസറി ഒക്കെ ഇട്ട് പോവാണെങ്കിൽ നല്ല രസമായിരിക്കും. കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ എന്താ ഹെയർ ബാൻഡിന്റെ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ഒക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത്. ഇനി നെക്സ്റ്റ് ഹെയർ ആക്സസറി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഗജ്രാസ് ആണ്. വൈറ്റ് കളർ അല്ലെങ്കിൽ മൾട്ടി കളേർഡ് ഇങ്ങനത്തെ ഗജ്രാസ് ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ഒറിജിനൽ ആയിട്ട് തോന്നുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ഗജ്രാസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഹാഫായിട്ട് വെക്കാം. നിങ്ങൾക്കിത് നിങ്ങളുടെ ബ്രെയിഡിൽ ചുറ്റാം. മൾട്ടി കളേർഡ് അല്ലെങ്കിൽ സിംഗിൾ കളേർഡ് ആർട്ടിഫിഷ്യൽ ഗജ്രാസ് ഉണ്ടെങ്കിലും നല്ല കാര്യമാണ്. നമുക്ക് നമ്മുടെ ബണ്ണിലൊക്കെ വെക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട്. അതല്ല നമ്മൾ മുടിയിൽ അഴിച്ചിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഹാഫായിട്ട് ഒക്കെ വെക്കൂലേ, അതുപോലെയൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഗജ്രാസ്. ഇനി നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളതാ ഈ ഒരു സംഭവമാണ്. ഇതിന് എന്താ പറയണതെന്ന് എനിക്കറിയത്തില്ല. ആർട്ടിഫിഷ്യൽ ഹെയർ ബണ്ണ് വേണമെങ്കിൽ പറയാം. ഇത് നല്ല കറക്റ്റ് നമ്മുടെ ഹെയർ എങ്ങനെയാണോ ആ ഒരു ടെക്സ്ചർ തന്നെയാണ്. ഞാൻ ലൈറ്റ് ബ്രൗൺ കളറാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇതിൽ കുറച്ച് എന്താ നല്ല ഷൈനിങ് ഉണ്ട്. ഇപ്പോൾ ഉള്ളൊന്നും ഇല്ലാത്ത മുടിക്ക് ഉള്ളൊക്കെ കുറവുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. ശരിക്കും നാച്ചുറൽ ആയിട്ട് തോന്നുള്ളൂ കേട്ടോ. അങ്ങനെ എന്തോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തോ വെച്ച് കാണുന്ന അങ്ങനെ ഒന്നും തോന്നില്ല. ഇങ്ങനത്തെയൊക്കെ മെസ്സി ഹെയർ ബണ്ണൊക്കെ വേണമെങ്കിൽ വെക്കാം. അതല്ല നമുക്ക് ഹൈ ബൺ കെട്ടുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ല ലോ ബൺ കെട്ടുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. ഇലാസ്റ്റിക് ആണ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബൺ കെട്ടിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. കുറച്ചും കൂടി സെക്യൂർ ചെയ്യണമെങ്കിൽ യുപിനും കൂടെ കുത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഈ ഒരു പീസാണ്. ഇത് മഥപ്പട്ടിയാണ്. ഇങ്ങനെ വയ്ക്കാവുന്നതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മഥപ്പട്ടിയാണ്. ആലിയ ഭട്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആലിയ ഭട്ടിൻ്റെ വെഡിങ് ടൈമിൽ തുടങ്ങിയിട്ട് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു രാജസ്ഥാനി കൈൻഡ് ഓഫ് ലുക്കാണ് ശരിക്കും ഇത് തന്നത്. ഇങ്ങനെ വെക്കാം. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ വേണമെങ്കിലും വെക്കാം. പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് സിമ്പിൾ നമ്മുടെ നമ്മൾ ബ്രെയ്ഡ് ചെയ്യില്ല, ബ്രെയ്ഡിലാണെങ്കിൽ നമുക്കിതിങ്ങനെ ആക്സസറൈസ് ചെയ്ത് വെക്കാം. നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, നല്ല രസമാണിത്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നടുക്കൂടി ഒരു നോർമൽ നമ്മളൊരു ഹെയർ ബാൻഡ് വെക്കുന്ന പോലെ വേണമെങ്കിൽ നമുക്കിത് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു സാധനം എനിക്ക് ശരിക്കും ഈ ഒരു സാധനമൊക്കെ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. നമ്മുടെ ഹെയർ ആക്സസറിയുടെ കാറ്റഗറിയിൽ ഒരു ഹെയർ ആക്സസറി ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു ഹെയർ ആക്സസറി എന്ന് പറയുന്നത്. യെസ്, ഇത് ആർട്ടിഫിഷ്യൽ ബാങ്ക്സ് ആണ്. കണ്ട എന്ത് നാച്ചുറൽ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. ഇപ്പം എന്നെ പോലുള്ള ആൾക്കാർക്ക് ലൈക്ക് ബാങ്ക്സ് ഇഷ്ടമാണ്, പക്ഷെ ബാങ്ക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ ചൂട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. കാരണം എനിക്ക് മുഖത്തൊക്കെ മുടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പക്ഷെ ചില സമയത്ത് നമുക്ക് തോന്നും എന്തെങ്കിലും ഒരു ബാങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഡിഫറെൻറ്റ് ലുക്കായിട്ടുണ്ടായിരുന്നേന്. അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. വെനസ്ഡേ പോലെ ഉണ്ടോ, കണ്ടില്ലേ,
കുറച്ചൊന്ന് കോമ്പൊക്കെ ചെയ്തൊന്ന് സ്റ്റൈലൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സൈഡിൽ നമുക്കിങ്ങനെ ബാങ്ക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. അപ്പം ഞാൻ ഈ ബാങ്ക്സ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ റിയലായിട്ടൊന്ന് കട്ട് ചെയ്താലോ, കാരണം എനിക്ക് നേരത്തെ ബാങ്ക്സ് ഉണ്ടായിരുന്നു, ഇത്രയും ബാങ്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചു വേണ്ട, കൊച്ചുങ്ങളൊക്കെ ഉള്ളവർക്ക് ബാങ്ക്സ് ഒന്നും പറ്റത്തില്ല. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു ഹെയർ ആക്സസറി. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ആക്സസറീസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്കിനി നമ്മുടെ വിഷു സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ ബൈ.